പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള തിരുവചനങ്ങളുടെ പ്രധാന ഭാഗമാണ് നമ്മൾ ഈ നിമിഷങ്ങളിൽ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും: ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുകയായിരുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള വചനം വായിക്കുമ്പോൾ ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ മഗ്ദലന മറിയം യേശുവിനെ അടക്കിയ കല്ലറടുക്കിലേക്ക് ചെന്നു. അവിടെ യേശുവിനെ അടക്കിയ സ്ഥലത്ത് യേശുവിനെ കാണുന്നില്ല. മഗ്ദലന മറിയത്തിന് മനസ്സിലായി. മഗ്ദലന മറിയത്തോട് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. എന്നിട്ട് ഉദ്ധിതനായ കർത്താവ് മഗ്ദലന മറിയത്തോട് സംസാരിച്ചു. അവളോട് പറഞ്ഞു, നീ പോയി പത്രോസിനോടും മറ്റു ശിഷ്യരോടും ഈ കാര്യത്തെക്കുറിച്ച് പറയുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു ഉയർത്തെഴുന്നേറ്റു എന്നതായ കാര്യം മഗ്ദലന മറിയത്തിലൂടെ പത്രോസിനും ശിഷ്യന്മാർക്കും മനസ്സിലായി. പത്രോസിനും ശിഷ്യന്മാർക്കും മനസ്സിലായെങ്കിലും ആ മനസ്സിലായ കാര്യത്തിൽ അവർ പൂർണ്ണമായും വിശ്വസിച്ചില്ല, അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അന്ന് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അതിരാവിലെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം അറിഞ്ഞിട്ടും അറിഞ്ഞ കാര്യത്തിൽ ഉറപ്പില്ലാതെ എന്തു ചെയ്തു? ഈ പത്രോസും ശിഷ്യന്മാരും യഹൂദരോടുള്ള ഭയം നിമിത്തം കതകടച്ചിരിക്കുകയായിരുന്നു. സത്യത്തിൽ അവര് ഭയപ്പെടാൻ പാടില്ല. കാരണം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതും യേശു സാക്ഷ്യം വഹിച്ചതും അവിടുന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരോട് പറഞ്ഞതും ഭയപ്പെടേണ്ട എന്നുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്ക് ഭയപ്പെടേണ്ട എന്നുള്ള വാക്കാണ്. ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ള വാക്കാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും രണ്ടും കൂടെ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 365 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് ഭയമുണ്ടാകുന്നത്? അഭയമില്ലാത്തവനാണ് ഭയമുണ്ടാകുന്നത്. എന്താ ദൈവം പറഞ്ഞിരുന്നത്? ഞാനാണ് നിന്റെ അഭയം. നിന്റെ രോഗത്തിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ നഷ്ടത്തിൽ, നിന്റെ പരാജയത്തിൽ, നിനക്ക് ഈ ഭൂമിയിൽ ഏതെല്ലാം വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചാലും ഈ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ നിന്റെ കൂടെയുണ്ട്. മനസ്സിലാക്ക്, സ്വർഗത്തിൽ നിന്ന് ദൈവം ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട് എന്ന് എത്ര അരുളി ചെയ്തിട്ടും മനുഷ്യർക്ക് മനസ്സിലാകാത്തത് കൊണ്ട് മനസ്സിലാകാത്ത മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു മനുഷ്യന്റെ രൂപം സ്വീകരിച്ചത്. ഈ മനുഷ്യന്റെ രൂപം സ്വീകരിച്ച യേശുക്രിസ്തു മനുഷ്യരുടെ കൂടെ നടന്നപ്പോൾ അവിടുന്ന് പറഞ്ഞതും പഠിപ്പിച്ചതും മനസ്സിലാക്കി കൊടുത്തതും ധൈര്യമായിരിക്കുക എന്നുള്ളതാണ്. നിന്നിൽ ഭയം വേണ്ട എന്നുള്ളതാണ്. എന്നിട്ടും എന്തായി ശിഷ്യന്മാര് ചെയ്തത്? യേശുവിനെ യഹൂദന്മാർ പിടിച്ച് കുരിശിൽ തറച്ച് കൊന്ന് കല്ലറയിൽ അടക്കിയപ്പോൾ 3 വർഷം യേശുവിന്റെ കൂടെ നടന്നവരും യേശു ചെയ്തതായ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടവരും അവര് യേശുവിനെ കല്ലറയിൽ അടക്കി കഴിഞ്ഞപ്പോൾ
ഇതാ തങ്ങൾ ഭാവനയിൽ കണ്ടതായ കാര്യങ്ങൾ മുഴുവൻ അസ്തമിച്ചിരിക്കുന്നു. തങ്ങൾ ആ യേശു എന്ന് പറയുന്നതായ ഗുരുവിന്റെ കൂടെ നടന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ കിട്ടുമെന്ന് ചിന്തിച്ചിട്ട് ആ ചിന്തിച്ച കാര്യങ്ങൾ മുഴുവൻ ഇതാ അസ്തമിച്ചിരിക്കുന്നു. ചിന്തിച്ച കാര്യങ്ങളെല്ലാം ഇതാ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു. ഇനി ഇപ്പോൾ യഹൂദന്മാർ എന്താ ചെയ്യാൻ പോകുന്നത്? അവര് ഗുരുവിനെ പിടിച്ച് കുരിശിൽ തറച്ച് കൊന്നു കല്ലറയിൽ അടക്കിയെങ്കിൽ ഇനി അവരുടെ അടുത്ത ലക്ഷ്യം ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കും എന്ന് പത്രോസും സഹശിഷ്യന്മാരും ചിന്തിച്ചത് കൊണ്ടാണ് അവർ ഭയപ്പെട്ട് കതകടച്ചിരിക്കാൻ കാരണം. സത്യത്തിൽ അവർ ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഭയപ്പെട്ടു? ഭയപ്പെടാൻ കാരണം മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം, നിങ്ങൾ വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെടുന്നത്? വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ നിരാശപ്പെടുന്നത്? വിശുദ്ധ ലിഖിതമോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ദുഃഖത്തിലും പരാജയത്തിലും നഷ്ടത്തിലും നഷ്ടബോധത്തിലും കുറ്റബോധത്തിലും കഴിയുന്നത്? അപ്പോൾ ഒരു വ്യക്തിക്ക് ധൈര്യം വേണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സന്തോഷം വേണമെങ്കിൽ, ഒരു വ്യക്തിക്ക് സമാധാനം വേണമെങ്കിൽ, ഒരു വ്യക്തിക്ക് ആനന്ദിക്കാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധ ലിഖിതം തിരിച്ചറിയണം. ദൈവത്തിന്റെ ശക്തി തിരിച്ചറിയണം. എന്താ ദൈവത്തിന്റെ ശക്തി? എന്താ വിശുദ്ധ ലിഖിതം? ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂടെയുള്ള ഞാൻ ഈ ലോകത്തിന്റെ ഏതൊരു ശക്തിയെക്കാളും അതീതനാണ്. ഈ ലോകത്തിന്റെ ഏതെല്ലാം വഴികളെക്കാളും, ആ വഴികളെല്ലാം, ഏതെല്ലാം അടഞ്ഞ വഴികളായാലും അടഞ്ഞ വഴികളെല്ലാം തുറക്കാൻ ശക്തിയുള്ളവനാണ് നിന്റെ കൂടെയുള്ളത് എന്ന സത്യമാണ് വിശുദ്ധ ലിഖിതം. ഈ വിശുദ്ധ ലിഖിതത്തെ സ്വീകരിക്കുകയും സ്വന്തമാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവനാണ് അനുദിനം തൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ പത്രോസും കൂട്ടരും യഥാർത്ഥത്തിൽ പേടിക്കുകയല്ല ചെയ്യേണ്ടത്, സന്തോഷിക്കുക ചെയ്യേണ്ടത്. എന്താണെന്നറിയാവോ? 3 വർഷം യേശുവിൻ്റെ കൂടെ നടന്നപ്പോൾ യേശു 3 പ്രാവശ്യം അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത്? മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം തിരുവചനം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 30-31 തിരുവചനം, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 32 തിരുവചനം. അവിടെ 3 സ്ഥലത്തും ഈശോ 3 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവിടുത്തെ പിടിക്കും, ബന്ധിക്കും, മുഖത്ത് തുപ്പും, കുരിശിൽ തറച്ചു കൊല്ലും, കല്ലറയിൽ അടക്കും. തീർന്നില്ല. എപ്പോഴെല്ലാം യേശു ഈ പീഡാസഹനത്തെ കുറിച്ചും കുരിശുമരണത്തെ കുറിച്ചും പറഞ്ഞതെല്ലാം അവസാനിപ്പിച്ചത് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു എപ്പോഴെല്ലാം പറഞ്ഞപ്പോഴെല്ലാം ഇത് അവസാനിപ്പിച്ചത് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ ഈ വിശുദ്ധ ലിഖിതത്തെ പ്രഘോഷിച്ച യേശു ക്രിസ്തു, ദൈവത്തിന്റെ ശക്തി, ഈ ശക്തിയെ യേശുവിന്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച യേശുവിനെ യഹൂദന്മാര് കുരിശിൽ തറച്ച് കൊന്നു, കല്ലറയിൽ അടക്കി. 1-ാം ദിവസം, 2-ാം ദിവസം ശനി, 3-ാം ദിവസം ഞായർ. ഇതാ ഇന്ന് യേശു പറഞ്ഞതുപോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവൻ പറഞ്ഞതുപോലെ ഇന്ന് തങ്ങളുടെ ഗുരു വരുമെന്ന് കരുതി അവർ സത്യത്തിൽ സന്തോഷിക്കേണ്ടതായിരുന്നു. എന്നാൽ ഈ സത്യം അറിയാത്തത് കൊണ്ട് അവർ എന്തു ചെയ്തു? അവർ കതകടച്ച് ഭയപ്പെട്ടു, പേടിച്ച് മുറിക്കാത്തിരുന്നു. യേശുവിന് മനസ്സിലായി, കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തോരം ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊന്നും അവർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് യേശു കതകിനിട്ട് മുട്ടിയില്ല.
കതകിനിട്ട് മുട്ടിയായിരുന്നുവെങ്കിൽ ഒരിക്കലും തങ്ങളുടെ ഗുരു ഉദ്ധിതനായ കർത്താവാണ് വന്ന് പുറത്തു നിന്ന് മുട്ടുന്നത് എന്ന് അവരൊരിക്കലും ചിന്തിക്കില്ല. വാതിലിട്ട് മുട്ടിയിരുന്നുവെങ്കിൽ ആ മുട്ടൽ കേട്ടിട്ട് തന്നെ അകത്തുള്ളായിരുന്ന ശിഷ്യന്മാരിൽ പലരും പേടിച്ച് യഹൂദനാണ് പിടിക്കാൻ വരുന്നത് എന്ന് കരുതി അവിടെ തന്നെ ഭയപ്പെട്ട് മരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? യേശു കതകിട്ട് മുട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, മുറിക്കുള്ളിൽ കതകടച്ച് ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. സമാധാനമില്ലാതിരുന്ന അവർക്ക് യേശുക്രിസ്തു സമാധാനം കൊടുത്തു. എന്നിട്ട് കർത്താവ്, ഉദ്ധിതനായ യേശു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുകയാണ്. അന്ന് വരെ ലോകത്തിലായിരുന്ന അവർക്ക് ലോകത്തിന്റെ ശക്തിയെ, ലോകത്തിന്റെ എതിർപ്പുകളെ അതിജീവിക്കാൻ ഇനി ഒരിക്കലും എൻ്റെ ശിഷ്യന്മാർ ലോകത്തിന്റെ ശക്തിയെ പേടിക്കാൻ പാടില്ല. ലോകത്തിലെ മനുഷ്യ വ്യക്തികളുടെ ഏതെല്ലാം വിധത്തിലുള്ള വാക്കുകളെയും എതിർപ്പുകളെയും അവർ ഭയപ്പെടാൻ പാടില്ല. എന്തു ചെയ്തു? ഉദ്ധിതനായ കർത്താവ് തൻ്റെ ശരീരത്തിലെ 5 മുറിവുകളും, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ രൂപം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. യേശുവിൻ്റെ പീഡാസഹനത്തിൽ മുഖവും ശരീരവും കൈകാലുകളും എല്ലാം വ്രണം കൊണ്ട് നിറഞ്ഞത്, മുറിവ് കൊണ്ട് നിറഞ്ഞത്. ആ മുറിവ് കൊണ്ട് നിറഞ്ഞ ശരീരം ഉദ്ധാനം ചെയ്തപ്പോൾ ശരീരത്തിലെ മറ്റ് മുറിവുകളെല്ലാം ഇല്ലാതായി. എന്നാൽ ഉദ്ധിതനായ കർത്താവിൻ്റെ ശരീരത്തിൽ 5 മുറിവുകൾ, കൈകളിൽ 2, കാലുകൾ 2, പാർശ്വത്തിൽ 1. നിങ്ങൾ മനസ്സിലാക്കുക, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം തിരുവചനം. ഈ 5 മുറിവുകളെ ഉദ്ധിതനായ കർത്താവ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഈശോ ഈ 5 മുറിവുകളും ശിഷ്യന്മാരെ കാണിച്ചിട്ടാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഉദ്ധിതനായ കർത്താവ് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെല്ലാം സന്തോഷമുള്ളവരായി മാറി. അവിടെ ഉള്ളിൽ നിന്ന് ഭയം മാറി, ആകുലത മാറി, അസ്വസ്ഥ മാറി, നിരാശ മാറി. ലോകത്തിൻ്റെ ഏതെല്ലാം എതിർപ്പുകളെയും അതിജീവിക്കാൻ തക്ക വിധത്തിലുള്ള കരുത്തും ധൈര്യവും അവർക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കൂട്ടായ്മയിൽ, ഈ ഗ്രൂപ്പിൽ, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരാള് ഒറ്റിക്കൊടുത്തു, യൂദാസ്. അവൻ പോയി കെട്ടിത്തൂങ്ങി ചത്തു. അപ്പോൾ ബാക്കി 11. ഈ 11-ൽ യേശു ആദ്യം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ഗ്രൂപ്പിൽ 11 പേരില്ല, 10 പേരേ ഉള്ളൂ. ആ ഗ്രൂപ്പിൽ നിന്ന് തോമസ് പുറത്തുപോയി. എന്താ? മാനുഷിക രീതിയിൽ ചിന്തിച്ചാൽ ഈ 11 പേരിൽ അല്പം ധൈര്യം ഉണ്ടായിരുന്നത് തോമസിനായിരുന്നു. മാത്രമല്ല, വിശപ്പിൻ്റെ കാര്യത്തിൽ അല്പം കൂടുതൽ ഉണ്ടായിരുന്നു തോമസിനാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. ഇത് 3-ാമത്തെ ദിവസമാണ്. എന്താ? കൂടെ ഉണ്ടായിരുന്ന 11 പേരും പേടിച്ചു. ഏതായാലും പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് ആ യഹൂദന്മാർ പിടിച്ച് അവർ കൊല്ലുന്നതിനേക്കാൾ ഭേദം ഭക്ഷണം കഴിക്കാതെ ഇവിടെ കിടന്ന് മരിച്ചിട്ടായാലും ഏതായാലും അവിടെ കൈകൊണ്ട് മരിക്കണമെന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? 11-ൽ 10 പേരും പുറത്തിറങ്ങാതെ അവിടെ തന്നെ കൂടി. ആകെ അല്പം ധൈര്യം ഉണ്ടായിരുന്നത് തോമസിന് മാത്രമാണ്. അതുകൊണ്ട് തോമസ് പറഞ്ഞു, എന്നെ അവർ പിടിച്ചാൽ ശരി, കൊന്നാൽ ശരി, ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നതിനേക്കാൾ ഭേദം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കൈകൊണ്ട് മരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? തോമസ് ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? തോമസ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവൻ കാണുന്നത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ 10 പേര്
താൻ പോയതുപോലെയല്ല. പോയപ്പോൾ ഉണ്ടായിരുന്ന അവരുടെ ഭയവും ഉത്കണ്ഠയും നിരാശയും രക്ഷയില്ല എന്നുള്ള ചിന്തയും അത് മുഴുവൻ മാറിയിരിക്കുന്നു. 10 പേർക്കും ധൈര്യമായി, സന്തോഷമായി, സമാധാനമായി അവർ പറയാൻ തുടങ്ങി, ഞങ്ങൾ കർത്താവിനെ കണ്ടു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, 10 പേർക്കും വലിയ സന്തോഷം. എന്നാൽ കർത്താവിനെ കണ്ടു, ഞങ്ങൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിനെ തന്നു, അതാണ് ഈ സന്തോഷം, അതാണ് ഈ സമാധാനം, ഇനി ഞങ്ങൾക്ക് ആരെയും പേടിയില്ല എന്നതായ മനോഭാവത്തോടുകൂടി പത്രോസും മറ്റുള്ളവരും തോമസിനോട് സംസാരിച്ചപ്പോൾ തോമസിൻ്റെ ഉള്ളിൽ അംഗീകരിക്കാൻ പറ്റാത്തതായ ഒരു ചിന്ത. അതെന്താണെന്നറിയാവോ? ഈ 10 പേർക്കും ഉദ്ധിതനായ കർത്താവ് കൊടുത്ത ധൈര്യത്തിൻ്റെ ആത്മാവിനെ, ശക്തിയുടെ ആത്മാവിനെ, വിജയത്തിൻ്റെ ആത്മാവിനെ എനിക്കും കിട്ടാതെ ഞാൻ നിങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന, നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന ആ യേശു ക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്തോരം പറഞ്ഞാലും ഞാൻ അവനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ, ഞാൻ അവൻ്റെ വിലാപ്പുറത്ത് എൻ്റെ കൈവെക്കാതെ ഞാൻ അവൻ വിശ്വസിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ പറഞ്ഞാൽ തോമസിൻ്റെ ഈ ശാഠ്യ മനോഭാവം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കും. എന്നാൽ തോമസിൻ്റെ ഈ ശാഠ്യ മനോഭാവത്തിൻ്റെ പിന്നിൽ ഒരു ദൈവിക ഇടപെടലുണ്ട്. എന്താണെന്നറിയാവോ? 1 യോഹന്നാൻ 1-ാം അധ്യായം 1-ാം തിരുവചനം. അവിടെ വചനം ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നു, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ച് വീക്ഷിച്ചതുമായ ജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ പത്രോസ് ഒഴികെ മറ്റു ശിഷ്യന്മാരെല്ലാം ഉദ്ധിതനായ കർത്താവിനെ കണ്ണുകൊണ്ട് കണ്ടു, ആ കർത്താവിന്റെ വാക്കുകൾ കാതുകൊണ്ട് കേട്ടു. അവർ ഉദ്ധിതനായ കർത്താവിനെ സ്പർശിച്ച് ആ സ്പർശനത്തിലൂടെ യേശുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം, ഉദ്ധിതനായ കർത്താവിന്റെ സ്നേഹത്തിന്റെ ചൈതന്യം തന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവർ മുഴുവൻ അനുഭവിച്ചു. അപ്പോൾ എന്താ? ഈ അനുഭവം മറ്റുള്ളവർക്കുള്ളതുപോലെ തോമസിനില്ല. തോമസ് ഉദ്ധിതനായ കർത്താവിനെ കാണണം, തൊടണം, സ്പർശിക്കണം, എങ്കിൽ മാത്രമേ ഉദ്ധിതനായ കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു ചിന്ത തോമസിന്റെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ട് തോമസ് പറഞ്ഞു, ഞാൻ അവനെ എൻ്റെ കണ്ണുകൊണ്ട് കാണാതെ, അവന്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കാതെ ഞാൻ വിശ്വസിക്കുക. ഈ ശാഠ്യ മനോഭാവമായിട്ട് അവരുടെ കൂടെ ആയിരുന്ന തോമസിന് വേണ്ടി പ്രിയപ്പെട്ടവരെ, വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 29 വരെയുള്ള വചനത്തിൽ 8 ദിവസങ്ങൾക്ക് ശേഷം ഉദ്ധിതനായ കർത്താവ് വീണ്ടും ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് 2-ാം പ്രാവശ്യമാണ് ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ട് തോമസിന് ആദ്യത്തെ പ്രാവശ്യം യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉദ്ധിതനായ കർത്താവിനെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തോമസ് കൂട്ടായ്മയിൽ നിന്നും അകന്നു പോയതുകൊണ്ടാണ്. ഇവിടെ എനിക്കും നിനക്കും പറഞ്ഞിരുന്നൊരു സംഭവമുണ്ട്. ആരെല്ലാമാണോ ഈ ലോകത്തിന്റെ വഴികളിലും ഈ ലോകത്തിന്റെ സുഖങ്ങളിലും ഈ ലോകത്തിന്റെ താല്പര്യങ്ങളിലും പെട്ട് കൂട്ടായ്മയിൽ നിന്ന് അകലുന്നത്, കൂട്ടായ്മയിൽ നിന്ന് അകന്നു കഴിയുന്ന ഓരോ വ്യക്തിക്കും ഉദ്ധിതനായ കർത്താവിന്റെ സ്നേഹത്തിന്റെ ചൈതന്യത്തെ അനുഭവിക്കാൻ പറ്റുകയില്ല. കൂട്ടായ്മയിൽ നിന്ന് അകന്നു കഴിയുന്ന വ്യക്തികൾക്ക് ഉദ്ധിതനായ കർത്താവ് തരുന്ന സന്തോഷവും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നിറവും സ്വന്തമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു ഭർത്താവ് എത്രമാത്രം കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയുമുള്ള വ്യക്തിയായാലും ഭർത്താവ് തൻ്റെ ഭാര്യയുമായിട്ടുള്ള സ്നേഹത്തിന്റെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീയെയും പുരുഷനെയും വിവാഹം എന്ന കൂദാശയുടെ കർത്താവ് കൂട്ടിയോജിപ്പിക്കുന്നത് ഒരു കൂട്ടായ്മയിൽ എന്നും എപ്പോഴും ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്.
അതിനാൽ കർത്താവ് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയിൽ ഏതെല്ലാം കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും, ബലഹീനതകളും ഉണ്ടെങ്കിലും, ആ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കി തനിക്ക് കർത്താവ് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയുമായി ചേർന്ന് നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ കരമുയർത്തിയാല്, ചേർന്ന് നിന്ന് കുടുംബജീവിതത്തിലെ ഒരു കാര്യത്തിന് തീരുമാനമെടുത്തെങ്കിൽ, അങ്ങനെ ചേർന്ന് നിന്ന് കുടുംബജീവിതത്തിലെ ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അവിടെ കൂട്ടായ്മയിൽ ഇറങ്ങി വരുന്ന, കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ആ ഭാര്യയിലും ഭർത്താവിലും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഒരു അപ്പനോ അമ്മയോ മക്കളോ അവരിൽ തന്നെ ഏതെല്ലാം വിധത്തിലുള്ള കഴിവുകളും ഏതെല്ലാം വിധത്തിലുള്ള ഗുണങ്ങളും ഉള്ള വ്യക്തികളായാലും, അപ്പൻ അമ്മ മക്കൾ എന്നുള്ളതായ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിന്നാൽ, എൻ്റെ അപ്പൻ ശരിയല്ല, എൻ്റെ അമ്മ ശരിയല്ല, എൻ്റെ ആ മകൻ ശരിയല്ല, എൻ്റെ ആ മകൾ ശരിയല്ല എന്ന് ശരിയല്ലാത്തവരിലേക്ക് നോക്കി കൂട്ടായ്മയിൽ നിന്ന് നീ ആരെയെങ്കിലും അകറ്റി നിർത്തുന്നു എങ്കിൽ മനസ്സിലാക്കുക, കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്ന വ്യക്തികളിൽ, അകറ്റി നിർത്തുന്ന വ്യക്തികളിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായില്ല. ഉദ്ധിതനായ കർത്താവിന് കടന്നു വന്ന് അവിടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് തരാനായിട്ട് സാധിക്കില്ല. അതിനാൽ ദൈവത്തിന്റെ ഇടപെടലും പ്രവർത്തനവും എപ്പോഴും ഉണ്ടാകുന്നത് കൂട്ടായ്മയിലാണ്. തോമസ് യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും അകന്നു നിന്നപ്പോൾ അവന് ഉദ്ധിതനായ കർത്താവിനെ കാണാൻ, ആ കർത്താവിലൂടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. ഇതാ വീണ്ടും ആ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നപ്പോഴാണ് രണ്ടാം പ്രാവശ്യം കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസിനെ കാണാനായിട്ട് സാധിച്ചത്. ആ കൂട്ടായ്മയിൽ നിന്ന്, ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് തോമസിനെ യേശു വിളിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഏതെല്ലാം കാര്യങ്ങളിൽ ശാഠ്യം പിടിച്ചോ, ഇതാ നീ കാണുക, എൻ്റെ കൈകളിലെ ആണികളുടെ പഴുത് നീ കാണുക, എൻ്റെ വിലാപ്പുറത്ത് നീ കൈവയ്ക്കുക, എൻ്റെ ഈ വിലാപ്പുറത്തുള്ള ആ മുറിവുകളിൽ നിന്റെ വിരലിടുക. ഈശോ പറഞ്ഞു, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ന് വരെ ഈ ഉദ്ധിതനായ കർത്താവിനെ അനുഭവിക്കാനും സ്വന്തമാക്കാനും സ്വീകരിക്കാനും അവൻ്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും നാവിൻ്റെയും തലങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ തടസ്സമായിട്ടുണ്ടായിരുന്നോ, ആ തടസ്സമായിട്ടുണ്ടായിരുന്നതിന് മുഴുവൻ ഉദ്ധിതനായ കർത്താവിൻ്റെ മുമ്പിൽ തോമസ് പരിപൂർണമായിട്ടും അടിയറ വെച്ചു. അടിയറ വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. സഹോദര സഹോദരി, തോമസിൻ്റെ ഈ അടിയറ വയ്ക്കലിലൂടെ എനിക്കും നിനക്കും ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. നിന്റെ ബുദ്ധി കൊണ്ട് ദൈവിക രഹസ്യങ്ങളെ, നിന്റെ ചിന്ത കൊണ്ട്, നിന്റെ അറിവ് കൊണ്ട്, നിന്റെ കഴിവുകൊണ്ട് ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കാനും ദൈവത്തിന്റെ പ്രവർത്തനം അംഗീകരിക്കാനും ചിലപ്പോൾ നിനക്ക് തടസ്സമായി തീർന്നേക്കാം. നിന്റെ ബുദ്ധി, നിന്റെ ചിന്ത, നീ ചെയ്യുന്ന ചില ജോലികൾ, നീ ചെയ്യുന്ന ചില പ്രവർത്തികൾ, അതിൽ നിന്നുകൊണ്ട് നീ പറയുന്നു, ഇങ്ങനെ ഒരു ദൈവത്തെ വിശ്വസിക്കാൻ, ഇങ്ങനെയുള്ള ഒരു ദൈവത്തിനോട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. ഓർക്കുക, സത്യദൈവത്തിൽ വിശ്വസിക്കാനും സത്യദൈവത്തിന്റെ സത്യമായ കാര്യങ്ങളെ ഏറ്റുപറയാനും സ്വന്തമാക്കാനും നിന്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും തലത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണോ തടസ്സമായിട്ടുള്ളതിന് അതിനെ മുഴുവൻ തോമസിനെ പോലെ അടിയർ വെച്ചിട്ട് എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാൻ തക്ക വിധത്തിലുള്ള ഒരു മനസ്സ്, ഒരു മനോഭാവം നിന്റെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഉദ്ധിതനായ കർത്താവിൻ്റെ ചൈതന്യം ഒരു ശക്തിയായി, ഒരു അനുഗ്രഹമായി, ഒരു അഭിഷേകമായി നിന്റെ ജീവിതത്തിൽ നിറയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തോമസിൽ ഈശോ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 28-ാം തിരുവചനം, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതിരുന്നിട്ടും വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനം, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതിരുന്നിട്ടും വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എങ്കിൽ മനസ്സിലാക്കൂ, തോമസിനേക്കാൾ ഭാഗ്യമുള്ള വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു.
എങ്ങനെയാ? നിന്റെ നഗ്നമായ നേത്രം കൊണ്ട് ചിലപ്പോൾ നീ ഉദ്ധിതനായ കർത്താവിനെ കണ്ടു കാണുകയില്ല. നിന്റെ സ്പർശന സുഖം കൊണ്ട് ഈ കരങ്ങളാൽ കർത്താവിൻ്റെ ശരീരത്തെ നീ തൊട്ട് കാണുകയില്ല. എന്നാൽ ഇതിലധികമായി വിശ്വാസത്തിന്റെ കണ്ണുകളും വിശ്വാസത്തിന്റെ കരങ്ങളും വിശ്വാസത്തിന്റെ ജീവിതവുമായി ഉദ്ധിതനായ കർത്താവിനെ നിന്റെ കണ്ണിന്റെ ഉള്ളിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും നീ സ്വീകരിക്കുമ്പോൾ, അങ്ങനെ സ്വീകരിക്കുന്ന നിന്നെ കർത്താവ് ആശീർവദിച്ചിട്ട് പറയുന്നു, കാണാതിരുന്നിട്ടും വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുദിനം സ്വീകരിക്കാനും സ്വന്തമാക്കാനും സാധിക്കണം. ഈ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആത്മാവിൻ്റെ പ്രവർത്തനവും ഉണ്ടാകുവാൻ കാരണമായിത്തീരുന്നത്. നമുക്ക് ഇതിനു വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം നിന്നെ പ്രഘോഷിക്കുന്ന, നിനക്ക് വേണ്ടി ജീവിക്കുന്ന വിശ്വാസമായി മാറണം. നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതിരുന്നിട്ടും വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യം സ്വീകരിച്ച് സ്വന്തമാക്കി ഈ ഭാഗ്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.